ഇന്ത്യ നിർമ്മിച്ചത് വഖഫാണ്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് എടുത്ത് അടയാളപ്പെടുത്തിയാൽ വഖഫല്ലാത്ത പ്രോപ്പർട്ടി അഭിമാനത്തോടു കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ഒരു ടൂർ ആ ടൂർ സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ വഖഫാണ്. വഖഫ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ഡിസൈൻ ചെയ്തത് വഖഫ് എന്ന് പറയുന്ന സംവിധാനമാണ്. ലോകത്ത് ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത വഖഫാണ്. കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്. ഇസ്ലാമിൽ അഖീദയുണ്ട്, ശരീഅത്തുണ്ട്. ആ ശരീഅത്തിന് 6 ലക്ഷ്യങ്ങൾ അടിസ്ഥാനങ്ങളുണ്ട്. ഈ 6 ലക്ഷ്യ അടിസ്ഥാനങ്ങളിൽ 5 അടിസ്ഥാനങ്ങളെയും ലോകത്ത് നിലനിർത്തുന്നതിൽ വഖഫിന് വലിയ പങ്കുണ്ട്. മതസംരക്ഷണം, ജീവസംരക്ഷണം, അതുപോലെ മനുഷ്യന്റെ പ്രോപ്പർട്ടി സംരക്ഷണം, അതുപോലെയുള്ള മനുഷ്യന്റെ വംശ സംരക്ഷണം, ഹിഫ്ളുൻ നസ്ൽ പോലെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിർത്തിയത് വഖഫിലൂടെയാണ്. ഹൈ നോം എന്തായി കാണണേ? സന്ദീപ് ജി വാര്യർ, കോൺഗ്രസ് പ്രവർത്തകൻ. ഓന്ത് നിറം മാറുവോ ഇതുപോലെ? എന്താ കഥ? ഒരു തവണ മതത്തിന്റെ പേരിൽ രാജ്യം വെട്ടിമുറിച്ച് ഞമ്മന്റെ മതരാജ്യം പാകിസ്ഥാൻ ഉണ്ടാക്കിയതുപോലെ വഖഫ് അവകാശവാദം ഉന്നയിച്ച് ഇന്ത്യക്കകത്ത് മറ്റൊരു പാകിസ്ഥാൻ ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമത്തെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ വലിയ അപകടമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഞമ്മന്റെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഞമ്മന്റെ വഖഫ് ഭൂമി അവകാശവാദം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴേ സൂക്ഷിച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്താൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല. ചിന്തിക്കുക, പ്രവർത്തിക്കുക. തിയേറ്ററിലെ അണ്ണന്മാർക്ക് പുതിയ എതിരാളി. ഇത് കങ്കുവ അണ്ണൻ. ഇനി ആരൊക്കെ പുതിയതായി വന്നാലും പോയാലും ആറാട്ടണ്ണന്റെ തട്ട് അത് താണ് തന്നെയിരിക്കും. CAA കാരണം പൗരത്വം പോയ ഒരു മുസ്ലിമിനെ പോലും നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. എന്നാൽ വഖഫ് കാരണം കിടപ്പാടം വരെ പോയ ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. തന്നെ കണ്ട് തൊഴാൻ വേണ്ടി കഠിന വ്രതം നോറ്റ് മല കയറി ശബരിമലയിലെത്തിയിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന പള്ളിയിൽ പോയി കുമ്പിട്ട് നിൽക്കുന്ന ഭക്തനെ കണ്ട അയ്യപ്പന്റെ ഗതികേടൊന്ന് ആലോചിച്ചു നോക്കിയേ. അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ജയസൂര്യയുടെ ഈ ഡയലോഗാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. APJ അബ്ദുൽ കലാം. ശിശുദിനമായി ആചരിക്കാൻ ഏറ്റവും നല്ലത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്താ, ശരിയല്ലേ? കേരള കൗമുദിയിൽ വന്ന വാർത്തയാണിത്. 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല. കേരളത്തിലെ കുടുംബങ്ങൾ കടക്കണിയിൽ എന്ന് നബാർഡ് റിപ്പോർട്ട്. ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ്. കടക്കിണിയിൽ മലയാളി, നിക്ഷേപത്തിലും പിന്നിൽ. കേരളത്തിലെ 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ലെന്ന് റിപ്പോർട്ട്. അതായത് നമ്പർ 1 കേരളത്തിലെ മലയാളികൾ മുഴുവൻ കടക്കണിയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെന്ന്. പക്ഷേ നമ്മുടെ മുഖ്യൻ തള്ളിമറിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ലല്ലോ. കേരളം നമ്പർ 1 ആണെന്നാണല്ലോ നാഴികയ്ക്ക് 40 വട്ടം അങ്ങേര് തള്ളിമറിക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് കേരളം നമ്പർ 1 ആയത് പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെന്ന്. എന്നാലും എൻ്റെ പിണ്ണുമാമ, ഇത് തള്ളിത്തിരി കൂടിപ്പോയി. വിമാനങ്ങളിൽ ഇനി മുതൽ ഹലാൽ ഭക്ഷണം മുസ്ലിം യാത്രക്കാർക്ക് മാത്രമേ ലഭ്യമാക്കൂ എന്ന് എയർ ഇന്ത്യ. അതായത് ഇനി മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇനി തുപ്പല് വീഴാത്ത ഭക്ഷണം ലഭ്യമാക്കും എന്ന്. ഇനി മുതൽ വിമാനങ്ങളിൽ നിന്നും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാം. നന്നായി. ചാവേറുകളെല്ലാം മദ്രസകളിൽ പഠിച്ചവർ. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, മുൻ പാക് മന്ത്രി ഫവാദ് ഹുസൈൻ. അതായത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അവിടെയുള്ള മണ്ടന്മാർക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങി. അപ്പോഴും ഇവിടെയുള്ള കുറെ എണ്ണത്തിന് നേരം വെളുത്ത് തുടങ്ങിയിട്ടില്ല. എന്താ അല്ലേ? ആഹാ, എത്ര മനോഹരമായ ഫോട്ടോ അല്ലേ? മലയാളികളെ പറ്റിച്ച് ജീവിക്കുന്ന 4 ഉഡായിപ്പുകൾ ഒറ്റ ഫ്രെയിമിൽ. സ്വിറ്റ്സർലൻഡിൽ ജനുവരി 1, 2025 മുതൽ ബുർക്കയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു. അടുത്ത വർഷം മുതൽ അവിടെ ഈ ചാക്കിൽ കയറിയുള്ള കാട്ടുവസ്ത്രമിട്ട് നടക്കാൻ സാധിക്കില്ല. അവിടെയുള്ളവർക്ക് ബുദ്ധിയുദിച്ചു. കള്ളക്കടത്തുകാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ലോകത്തുള്ള ഒരു പ്രത്യേക വിഭാഗക്കാരുടെ കൂട്ടക്കരച്ചിൽ കേൾക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും. എന്തായാലും സ്വിറ്റ്സർലൻഡിന് ആശംസകൾ. വഖഫ് ബോർഡ് വിഷയത്തിൽ നിന്നും ഇരകളായവർക്ക് രക്ഷപ്പെടാൻ ഒരു ഉപായം പറഞ്ഞു തരാം.
വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പന്നി ഫാമുകൾ തുടങ്ങുക. അപ്പോൾ തീരും വഖഫ് പന്നികളുടെ. പന്നി ഫാമുകൾ തുടങ്ങിയാൽ പിന്നെ ശരിക്കുമുള്ള ഈ കാട്ടുപന്നികൾ ആ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു ബിസിനസ്സുമാവും. എന്തിനും ഏതിനും മറ്റു മതക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഞമ്മൻ്റെ ആൾക്കാർ പക്ഷേ വഖഫ് ബോർഡ് വിഷയത്തിൽ ഇതുവരെ ഒരക്ഷരം മിണ്ടുന്നതായി നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? കാണില്ല. അതാണ് ഞമ്മൻ്റെ ആൾക്കാരുടെ തനി നിറം, തനിക്കൊണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. I am a big fan of Hindu and I am a big fan of India. Let me start by stating right up front that if I'm elected president, the Indian and Hindu community will have a true friend in the White House that I can guarantee you that I can tell you. Generations of Indian and Hindu Americans have strengthened our country and strengthened it like few people could ever even believe. Your values of hard work, education and enterprise have truly enriched our nation. But as we all know, we can't have prosperity without security. And that is why we appreciate the great friend India has been to the United States in the fight against radical Islamic terrorism. എന്തുകൊണ്ടാണ് ട്രംപ് അണ്ണനെ കമ്മികൾക്കും സുഡാപ്പികൾക്കും ഇഷ്ടമല്ലാത്തത് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതിന് കൂടുതൽ ഇനി വിശദീകരണമൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഈ കഥയ്ക്ക് സമാനമാണ് ഇന്ന് ഇന്ത്യയിലെ പലരുടെയും അവസ്ഥ. ഇന്ത്യ വിഭജനത്തിന് ശേഷം കുറെ അവന്മാര് പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും പോവാതെ ഇവിടെ തന്നെ പെറ്റുകിടന്നു. ഇപ്പോ ആ പെറ്റുകിടന്നവന്മാര് പറയുന്നത് ഇവിടെയുള്ള സ്ഥലം മൊത്തം ഇപ്പോൾ അവരുടേതാണ്, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. ഇതുപോലെ തന്നെയാണ് ഇവർ ഓരോ സ്ഥലങ്ങളിലും വലിഞ്ഞു കയറി ചെന്നിട്ട് അവിടെയും കാട്ടിക്കൂട്ടുന്നത്. പണ്ടപ്പരപ്പും പരാതികളുമായി അവർ ഓരോ രാജ്യങ്ങളിൽ വലിഞ്ഞു കയറി അഭയാർത്ഥികളായി തങ്ങും. പിന്നെ പെറ്റ് പെരുകിക്കഴിഞ്ഞാൽ അവരവരുടെ തനിക്കൊണം പുറത്തു കാണിക്കും. പിന്നെ പ്രശ്നങ്ങളായി, ബഹളങ്ങളായി, സമരങ്ങളായി. അവസാനം ആ സ്ഥലമെല്ലാം അവരുടേതായി. സത്യത്തിൽ ഈ കഥയിൽ പറയുന്ന അറബി ലോകത്തിലുള്ള സാധാരണ മനുഷ്യരും ആ ഒട്ടകം ഒരു പ്രത്യേക വിഭാഗക്കാരുമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാര് എപ്പോഴും പറയുന്നത് ഇന്ത്യ അവർക്ക് ഒട്ടും സേഫ് അല്ല എന്നാണ്. അവരുടെ കാഴ്ചയിൽ അവർ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സിറിയയും ഒക്കെയാണ്. എന്നാൽ ആ രാജ്യങ്ങളിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ സ്ഥിരം കാണുന്നതുമാണ്. ഇന്ത്യ ഒട്ടും സേഫ് അല്ല എന്ന് പറയുന്ന ഈ പ്രത്യേക വിഭാഗക്കാരുടെ ഇന്ത്യയിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ദേ ഇതാണ്. എന്നിട്ടും അവർക്ക് ഇഷ്ടവും കൂറും ഈ തീവ്രവാദം കൊണ്ട് നശിച്ച് നാറാണക്കല് പിടിച്ച മറ്റ് രാജ്യങ്ങളും. എന്നാൽ ഇവറ്റകളെ അങ്ങോട്ട് കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഇവിടെയുള്ളവർക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. എന്നാൽ അതൊട്ട് ചെയ്യുകയുമില്ല. ചോറിവിടെയും കൂറവിടെയും. അതാണ് ഈ പ്രത്യേക വിഭാഗക്കാരുടെ പ്രത്യേകത. മുണ്ടക്കൈ ചൂരമല ദുരിതബാധിതർക്ക് ഭക്ഷണത്തിനായി നൽകിയത് പുഴുവരിച്ച അരിയെന്ന് പരാതി. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകിയത് പുഴുവരിച്ച അരി, ഒന്നിനും കൊള്ളാത്ത റവ മാവ്. പ്രതിഷേധം. എന്നാലും എൻ്റെ റിപ്പോർട്ടർ ചാനലെ നമ്പർ 1 കേരളത്തിനെയും ഇവിടെ ഭരിക്കുന്ന തൈരന്മാരെയും ഇങ്ങനെ അപമാനിക്കാമോ? ദുരിതബാധിതർക്ക് ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ടി എന്തൊക്കെയോ തള്ളിമറച്ചോളാമെന്ന് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നതല്ലേ? എന്നിട്ടും അവരെ ഇങ്ങനെ അപമാനിച്ചത് തീരെ ശരിയായില്ല. എന്തായാലും ദുരിതബാധിതർ അടുത്ത തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ പുഴുവരിച്ച അരിയും ഒന്നിനും കൊള്ളാത്ത റവയും മാവുമൊക്കെ മനസ്സിലോർക്കുന്നത് നന്നായിരിക്കും. മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ നോക്കുന്നത് അതെ 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 രാജ്യസ്നേഹമാണ്. വേണ്ടെന്നല്ല, എന്നാലും എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു രാജ്യസ്നേഹമാണ് ആവശ്യം. ഇവരെ പോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നതും വെച്ചു പൊറുപ്പിക്കുന്നതും രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. ലോക സമാധാനം തകർക്കാൻ ഇതുപോലുള്ള കുറച്ചെണ്ണങ്ങൾ മതി. ഇതുപോലെയുള്ള കുറെ മതയോളികൾ കാരണമാണ് അഫ്ഗാനിസ്ഥാനും സിറിയയും ഒക്കെ നശിച്ച് നാറാണക്കല് പിടിച്ചത്. ഈ രാജ്യത്തുമുണ്ട് ഇതുപോലെ കുറെ എണ്ണം. ഇനിയും ഇതുപോലുള്ളവരുടെ നേരെ നമ്മൾ കണ്ണുകളടയ്ക്കുന്നത് ഈ രാജ്യത്തെ തകർക്കാൻ നമ്മൾ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. $846 മില്യൺ കുടിശ്ശിക. ബംഗ്ലാദേശിന് വൈദ്യുതി കൊടുക്കുന്ന ഇടപാട് നമ്മുടെ അദാനി ഗ്രൂപ്പ് നിർത്തിയിട്ടുണ്ടേ. കാരണം കൊടുക്കേണ്ട കാശ് ഞമ്മന്റെ ആൾക്കാർ കൊടുത്തിട്ടില്ല.
പക്ഷേങ്കി ഞമ്മന്റെ ബംഗ്ലാദേശ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ മുകളിലാണ് കേട്ടോ. പാലസ്തീനികളെ നഗ്നരാക്കി കുഴിച്ചു മൂടുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മീഡിയ വണ്ണാണ്. അവർക്ക് മാത്രമാണ് ഈ വാർത്ത കിട്ടിയിട്ടുള്ളത്. എന്നാലും അതെന്തായിരിക്കും? എന്തായാലും മീഡിയ മുക്കൽ പറഞ്ഞല്ലേ വിശ്വസിച്ചേക്കാം, അല്ലെങ്കിൽ അവർക്ക് സങ്കടമായാലോ. പണ്ടൊക്കെ വാർത്തകളിൽ നുണപ്രചരണം നടത്തിയിരുന്നത് ദേശാഭിമാനി മാത്രമായിരുന്നു. ഇപ്പോൾ മീഡിയ വണ്ണും. ഈ കാര്യത്തിൽ മീഡിയ വൺ ദേശാഭിമാനിയുടെ അപ്പനായിട്ട് വരും. ബാബറി മസ്ജിദിന് മേൽ ഹിന്ദുക്കൾ പണ്ട് ഉടമസ്ഥാവകാശം പറഞ്ഞിരുന്നു, വർഷങ്ങൾക്ക് മുൻപ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ അത് ഫാസിസവും വർഗീയതയും ഒക്കെയാണ് എന്നാണ് ഇവിടെ പലരും പറഞ്ഞു നടക്കുന്നത്. എന്നാൽ മുനമ്പത്തെ വിഷയത്തിലും വഖഫ് ബോർഡ് വിഷയത്തിലുമൊന്നും ഈ വർഗീയതയും ഫാസിസവും ഒന്നും ആരും പറഞ്ഞു പോലും നമ്മൾ കേട്ടില്ല. എന്തേ ഈ വിഷയത്തിലൊന്നും ഫാസിസവും വർഗീയതയും ഒന്നും ഇല്ലേ? ഇതൊക്കെ വൺ സൈഡ് മാത്രം ഉള്ളല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ രണ്ടു തരം നീതി. കൃത്യമായി പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ, തന്തയില്ലായ്മ. റംസാൻ വ്രതം പരിഗണിക്കാതെ ടൈം ടേബിൾ നിശ്ചയിച്ചു. SSLC പരീക്ഷാ സമയത്തിൽ എതിർപ്പുമായി അധ്യാപക സംഘടനകൾ. എന്നാലും അത് ഏത് അധ്യാപക സംഘടന? ഇത്രയും വെളിവില്ലാത്ത അധ്യാപകരും അവർക്കൊരു സംഘടനയും ഒക്കെ ഉണ്ടല്ലേ. ഭക്ഷണത്തിനും സ്കൂൾ ടൈമിനും സ്കൂൾ ടൈം ടേബിളിനും പരീക്ഷാ ടൈം ടേബിളിനുമൊക്കെ മതം നോക്കണം. എന്നിട്ടും ഇവിടുത്തെ നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം അലറിക്കൂവുന്ന ഒരു വാക്കുണ്ട്, മതേതരത്വം. പഠിക്കാൻ വരുവാണെ പഠിച്ചിട്ട് പോവുക, ഇല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോവുക, അതാണ് നല്ലത്. പ്രിയപ്പെട്ട നേതാക്കളോട് ഒരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും മതേതരത്വം എന്ന വാക്ക് തള്ളിമറിച്ചുകൊണ്ട് വരാതിരിക്കുക. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ADM വന്ന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. എന്തായാലും മരിച്ചതിന് ശേഷം വന്ന് പറഞ്ഞു എന്ന് പറയാതിരുന്നത് തന്നെ വലിയ കാര്യം. ചില കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും മുനമ്പത്തെ കാര്യം ആലോചിച്ച് വളരെയധികം സങ്കടത്തിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും കിടപ്പാടം നഷ്ടപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ചായിരിക്കും ഇവരുടെ വിഷമങ്ങളെന്ന്. എന്നാൽ അല്ല, ഈ വിഷയത്തിൽ പിടിച്ചു കയറി BJP സ്കോർ ചെയ്യുമല്ലോ എന്നാലോചിച്ചാണ് ഈ ശ്വാനസന്തതികളുടെ വിഷമം മുഴുവൻ. ഇനി വരും കാലങ്ങളിലുള്ള ഇലക്ഷനുകളിൽ നോക്കിയും കണ്ടും വോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഇനിയും പലരുടെയും കിടപ്പാടങ്ങൾ ഇനിയും പോയിക്കൊണ്ടേയിരിക്കും.